ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിലുള്ള എക്സസൈസ് 128th പേജിലുള്ള 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ എ ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പൊ ഇതൊക്കെ എന്ത് ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നതെന്ന് അറിയോ? സെക്കൻഡ് ലോന്റെ ആണ്. സെക്കൻഡ് ലോ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും force is equal to mass into acceleration ആണ്, which is force is equal to mass into v minus u by t വെച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിൽ തന്നെ മൊമെന്റം എന്ന് പറയുന്നത് m into v എന്നുള്ളതാണ് മൊമെന്റം. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. ഇത്രയും സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. കമ്മിങ് ടു എ ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഹിഡൻ ആയിട്ടുള്ള ഗിവൺ അവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് റോൾസ് ഡൗൺ ഹിൽ. അപ്പൊ ഒരു വലിയ മലയുണ്ട്. ഈ മലയുടെ മുകളിൽ കൂടിയിട്ട് ഒരു ബോള് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 400 meters in 20 seconds. ഫൈൻഡ് ഇറ്റ്സ് ആക്സലറേഷൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് നമ്മൾ ചെയ്യാറില്ല? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഗിവൺ എന്താന്ന് എഴുതണം, ടു ഫൈൻഡ് എന്താന്ന് എഴുതണം, കൺവേർഷൻ ഉണ്ടോ എന്ന് നോക്കണം, അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഫോർമുല നോക്കണം, അതുപോലെ ഫോർമുല നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം, എന്നിട്ട് യൂണിറ്റോട് കൂടിയിട്ട് ആൻസർ എഴുതണം. ഓക്കെ, ഗിവൺ എന്തൊക്കെയാ? ഹിഡൻ ഗിവൺ ആദ്യം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, വിച്ച് മീൻസ് യു ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് 0 ആണ്. ആൻഡ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എത്രയാന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 400 meters. എസ് 400 meters ആണ്. എസ് ഇസ് ഈക്വൽ ടു 400 meters in 20 seconds. ടൈം ഇസ് ഈക്വൽ ടു 20 seconds. ഓക്കെ, ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ എത്രയാന്ന് കണ്ടുപിടിക്കണം. ആൻഡ് find the force acting on it if its mass is 7 ton. മാസ് 7 ടൺ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് എത്രയാന്ന് കണ്ടുപിടിക്കണം. സോ നോക്കട്ടെ കുട്ടികളെ, ഗിവൺ എഴുതി 2 to find ഉണ്ട്. നമുക്ക് 2 to find ഉണ്ട്. ആദ്യം തന്നെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം, എന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കാം. കൺവേർഷൻ ഉണ്ടോ? കൺവേർഷൻ ഉണ്ട്. ടണ്ണിനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടണ്ണിനെ പിടിച്ചിട്ട് നമുക്ക് കിലോഗ്രാം ആക്കണം. സോ നമുക്ക് തന്നിട്ട് 1 ton is equal to 7 kg. സോ ഒബ്വിയസ്ലി 7 ton 7000 kg ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ഫോർമുല ഉണ്ട്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് എന്തൊക്കെ ഫോർമുലാസ് ആണുള്ളത്? എസ് ഉള്ള ഫോർമുല വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്നൊരു ഫോർമുല ഉണ്ട്. അതല്ലാതെ ഒരു ഫോർമുല എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്ക് ഫൈനൽ വെലോസിറ്റി ഈശ്വര അനുഗ്രഹം കൊണ്ട് തന്നിട്ടില്ല. യു ഉണ്ട്, ടൈം ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു യൂസ് ദിസ് ഫോർമുല. അപ്പൊ എന്ത് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എ കണ്ടുപിടിക്കും? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈശ്വരാനുഗ്രഹം കൊണ്ട് യു എത്രയാ? 0. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ഇത് 0 പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിന്റെ അർത്ഥം ഈ 0 നമുക്ക് എടുത്ത് കളയാം. ഇത് 0 എടുത്ത് കളഞ്ഞാൽ വെറും ഹാഫ് എ ടി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 400 ആണ്, ഇവിടെ ഹാഫ് ഇൻറ്റു എ. ആക്സിലറേഷൻ അറിയില്ല. ടൈം സ്ക്വയർ, ടൈം എത്രയാ? 20. അപ്പൊ ഇവിടെ ഇൻറ്റു 20 ചെയ്താൽ മതി. ഇത് കട്ടാവുമ്പോ ഇവിടെ 10 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 200a. ഓക്കെ, 200a. അപ്പൊ ആക്സിലറേഷൻ എത്രയാ? ഞാൻ ഇവിടെ 400 ഇസ് ഈക്വൽ ടു 200a എന്നിട്ട ആക്സിലറേഷനെ ഞാൻ ഒറ്റയ്ക്ക് എഴുതിന്ന് വിചാരിച്ചോ, വിച്ച് ഇസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 200. എത്ര കിട്ടും? ഇത് കട്ടായി എനിക്ക് എത്ര കിട്ടും? 2 meters second raised to minus 2. 2 meters second raised to minus 2. ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുട്ടികളെ? F is equal to m into a. മാസ് എത്രയാന്ന് തന്നേക്കണേ? 7000 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാന്ന് തന്നേക്കണേ? 2, which is equal to 14,000. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, തനിയെ ചെയ്ത് നോക്കണം. യൂണിറ്റ് ഓൾസോ എഴുതി. സോ ടു ഫൈൻഡ് 2 എണ്ണം കണ്ടുപിടിച്ചു, കൺവേർഷൻ ചെയ്തു, ഫോർമുല ചെയ്തു, ആപ്ലിക്കേഷൻ ചെയ്തു, യൂണിറ്റ് എഴുതി. ഓൾറൈറ്റ്, now coming to the next question.